വെൽക്കം ടു സെലീനാസ് കിച്ചൺ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ, അധികം മസാല ഒന്നും ചേർക്കാത്ത എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അഫ്ഗാനി പുലാവ് ആണ്. ഇത് ഒറിജിനൽ റെസിപ്പിയാണ്. ഇതിലൊന്നും കൂട്ടയും കുറയ്ക്കുകയും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പലതരത്തിൽ അഫ്ഗാനി പുലാവ് ഇപ്പോൾ യൂട്യൂബിലും എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് ഒറിജിനൽ റെസിപ്പിയാണ്. ഇതിൽ മുളക് പൊടിയോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കാറില്ല. നമുക്കിതിനായിട്ട് സ്പെഷ്യൽ മസാല കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യവും ഇല്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെറും 4 തരത്തിൽ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് അഫ്ഗാനി പുലാവ്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തേക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം അഫ്ഗാനി പുലാവിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 കിലോ ആട്ടിറച്ചി നല്ലോണം കഴുകി വൃത്തിയാക്കിയത്. പിന്നെ വേണം ഒരു ഉള്ളി നല്ല നേരിയതായിട്ട് അരിഞ്ഞത്. പിന്നെയാണ് ആവശ്യം നമുക്ക് 3 ക്യാരറ്റ് ഇതേപോലെ അരിഞ്ഞെടുത്തതാണ് നീളത്തിലായിട്ട്. പിന്നെ നമുക്ക് വേണം കുറച്ച് കിസ്മിസ്. പിന്നെ നമുക്ക് വേണം കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 4 ചെറിയ ഏലക്ക, പിന്നെ 4 വലിയ ഏലക്ക, 4 ഉണ്ട്. പിന്നെ നമുക്ക് വേണം പാകത്തിന് ഉപ്പ്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ എണ്ണ ആവശ്യം വേണ്ട, പിന്നെ 3 കപ്പ് അരി. നമുക്കിനി നോക്കാം എങ്ങനെയാണ് അഫ്ഗാനി പുലാവ് ഉണ്ടാക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഏകദേശം 2 മിനിറ്റിന് ശേഷം നമ്മൾ ഇനി ഇതിലോട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കാൻ പോകുന്നതാണ്, അതായത് റീസിൻസ്. നമുക്കിനി ഇത് വറുത്ത് കോരിയെടുക്കാം. നമുക്കിനി ആ സെയിം എണ്ണയിലോട്ട് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആട്ടിറച്ചി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിതിൽ ഏത് ഇറച്ചി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ബീഫോ ചിക്കനോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാല, അതായത് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 4 ഏലക്ക, 5 വലിയ ഏലക്ക, പിന്നെ കുരുമുളകും, ഇതെല്ലാം കൂടി ഞാൻ പൊടിച്ചെടുത്തു. ഇനി നമുക്ക് ആ മസാല ഇത്തിരിയായിട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് ഞാൻ അരി ഇടുമ്പോൾ ആ സമയത്ത് ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ ഇത് കുക്കറിലോട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കും, ഒരു 2 സീറ്റി ആവുന്ന വരെ. അതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതൊരു ഏകദേശം 2 വിസിലതിന് ശേഷം നമ്മൾ ഇനി ഇതിൽ നിന്ന് ഇറച്ചി മുഴുവനും മാറ്റും ഒരു പ്ലേറ്റിലോട്ട്. എന്നിട്ട് ആ വെള്ളം നമ്മൾ വേറൊരു ചട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ നമ്മൾ അരിയിട്ട് വേവിച്ചെടുക്കും. അതിപ്പോൾ എക്സാക്ട്ലി 2 വിസിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇറച്ചി പോലെ ഇരിക്കും. ആ ബാക്കിയുള്ള നമ്മൾ പുഴുങ്ങിയ ബ്രോത്ത് നമ്മൾ അതിലോട്ട് ഇട്ടു. ഇനി നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ അരിയിട്ട് വേവിച്ചെടുക്കാൻ പോകുന്നതാണ്. പാകത്തിനുള്ള വെള്ളം നമ്മൾ അതിലോട്ട് ചേർത്ത് വേവിച്ചെടുക്കാൻ പോകുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ ചെറിയ ചട്ടി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ ചട്ടിയിലിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം 4 കപ്പ് വെള്ളം നമ്മൾ ഇതിലോട്ട് ചേർക്കും. അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം നിങ്ങൾ ഉപ്പിൻ്റെ പാകം നോക്കുക. അത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യമില്ലെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കും.
അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു അരമിനിറ്റ് എടുത്തോളൂ വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി. ഇനി നമ്മൾ അതിലോട്ട് നമ്മളുടെ അരി കഴുകി വെച്ച അരി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ അരി ഒരു ഏകദേശം ഞാൻ രാവിലെ തന്നെ എണീറ്റപ്പോൾ അരി കഴുകി വെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇനി ഒന്ന് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ബാക്കി വെച്ച മസാല നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ വെള്ളം പാകത്തിനായി വരുമ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ള നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇറച്ചി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ നേരത്തെ ആദ്യം തന്നെ വറുത്തെടുത്ത ക്യാരറ്റും കിസ്മിസും നമ്മൾ അതിലിട്ട് കൊടുക്കും. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഗീ ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒന്ന് നേരിയതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് നേരത്തെ എടുത്ത് വെച്ച ഇറച്ചി അങ്ങോട്ടോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി അതിലോട്ട് ആദ്യം തന്നെ വറുത്തെടുത്ത് വെച്ച ക്യാരറ്റും കിസ്മിസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു 2 മിനിറ്റത്തേക്ക് ഇത് മൂടി വെച്ചു ചെറിയ തീയിൽ. അപ്പോൾ അതിലുണ്ടായ ബാക്കിയുള്ള വെള്ളം കൂടി നല്ലോണം വറ്റി ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ടാണ്. നമുക്കിനി നല്ലൊരു പ്ലേറ്റിലോട്ട് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഒറിജിനൽ റെസിപ്പി അഫ്ഗാനി പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ലൈക്കിനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ പുതിയ രുചികരമായ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ കാണാൻ മറക്കരുതേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ. Hi everyone, welcome to Selena's Kitchen. Please don't forget to subscribe to our channel. Also press the bell icon, turn the thumbs up blue. Let us know which dish would you like to learn next. Please follow us on Instagram as well. Thank you so much. Bye bye.